എന്താ പേര്? ഹുസൈൻ. ബിസിനസ് ആണോ? എവിടെയാണോ? തിരൂരാണോ? എങ്ങനെയാ മൊത്തത്തിലൊരു മണ്ഡലത്തിന്റെ രാഷ്ട്രീയ ചൂട്? ആർക്ക് അനുകൂലമാണ് ഇപ്പോൾ ആദ്യത്തെ ഘട്ടത്തിൽ? UDF തന്നെയാണ്. കോട്ടയാണ്. കോട്ട വിളിക്കാൻ LDF കഴിയില്ല. അത് KS ഹംസ വന്നാലും സാധ്യമല്ല. ആരും വന്നിട്ടും കാര്യമില്ല. ഇപ്പോൾ ഈ CPM ഉയർത്തുന്ന ഒരു പ്രചരണം ഉണ്ടല്ലോ, കൊടി വിവാദമൊക്കെ, അതൊക്കെ അപ്രസക്താണോ ഈ തെരഞ്ഞെടുപ്പിൽ? അവർക്ക് വേറെ വിവാദങ്ങളൊന്നും പറയാനില്ലാത്തതുകൊണ്ടാണ്. ഒന്നും പറയാനില്ലാത്തതുകൊണ്ടാണ്. അപ്പം സമതാരി വരുന്നതാണ് മണ്ഡലത്തിന് നല്ലതെന്നാണ് അഭിപ്രായം. എല്ലാം കൊണ്ടും UDF വന്നാൽ മാത്രമേ നാട് നന്നാവുള്ളൂ. എന്തെങ്കിലുമൊക്കെ രക്ഷയുള്ളൂ. ഇപ്പൊ ഇവിടെ കേരളത്തിലെ സർക്കാരിന്റെ ഭരണം തന്നെ നിങ്ങൾ കണ്ടില്ലേ? കേരളത്തിലേത് എന്താണ് നല്ലതുള്ളത്? വിലക്കയറ്റമുണ്ട്, ആണല്ലേ? അപ്പം ഈ കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയെ പ്രതിരോധിക്കാൻ നല്ലത് കോൺഗ്രസിന് മാത്രമേ കഴിയൂ. അപ്പോൾ രാഹുൽ ഗാന്ധി വരുമ്പോൾ ഈ പതാക താഴ്ത്തി വെച്ചു എന്നുള്ള വിവാദമൊന്നും ഒരാവശ്യമില്ലാത്ത വിവാദമാണ്. നാടിന് ഈ രാജ്യത്ത് BJP പോകണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യണം അതൊക്കെ ചെയ്യാം. അത്ര മാത്രമേ ഉള്ളൂ. അതിന് കൊടിക്കൊന്നും പ്രസക്തി. കൊടിയത് അപ്രസക്താണ്. ഓക്കെ. അപ്പോൾ എന്താണ് ചേട്ടാ, എവിടെയാണോ വോട്ട്? തിരൂരാണോ? തിരൂർ തന്നെയാണോ? എന്താ പേരെന്താ? എന്താ ജോലി ചെയ്യാൻ പോണത്? ഞാൻ ബിൽഡിംഗ് പണി. ഇത് പോണില്ലേ? ഇത് പോണ്ട് അല്ലേ? എന്താ മൊത്തത്തിലൊക്കെ ഇവിടുത്തെ ഒരു ആരും ജയിക്കാനാ സാധ്യത? കോണി ജയിക്കുവോ അതോ അരിവാൾ ചുറ്റിക്ക് വരുവോ അതോ താമര വരുവോ? താമര വരൂല. കോണിയോ അല്ലെങ്കിൽ അരിവാൾ ചുറ്റിക്കോ? അതിൽ എന്തായിരിക്കും വരാൻ സാധ്യതയുള്ളത്? എന്ത് വരണം എന്നാണ് ആഗ്രഹം? കോൺഗ്രസ് വരണം എന്നാണ് ആഗ്രഹം. അപ്പൊ ഇവിടെ വരുമ്പോ കോണി ആയിരിക്കും ഉണ്ടാവുക അല്ലെ? സമതാനി ആയിരിക്കും ഉണ്ടാവുക. ഇവിടെ തന്നെയാണോ വീടും? തന്നെയാണ് അല്ലേ? എത്ര വർഷമായിട്ട് പണിക്ക് പോകുന്നുണ്ട്? ഞാൻ 10-30 വർഷമായിട്ട് പണിക്ക് പോകുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ വരും. നല്ല ചൂടല്ലേ ഇപ്പൊ? ഭയങ്കര ചൂടില്ല. ചൂടിൽ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിച്ചോണ്ടിരിക്കും. ഇവിടെ മഴ പെയ്തായിരുന്നു? ഇല്ലല്ലോ. അപ്പൊ വളരെ ഹാപ്പിയാണ്. പെൻഷൻ കിട്ടാറായിട്ടില്ലല്ലോ? ആയിട്ടില്ല. ഓക്കെ. അപ്പൊ പണിയെടുത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യനുണ്ട് നമ്മളൊപ്പം, ഗണേഷ്. അപ്പോ ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ, ഈ സപ്ലൈകോയിലൊക്കെ പോയി സാധനം കിട്ടാതെ വരുമ്പോ വിഷമാവൂലേ? അവിടെ സാധനം വാങ്ങാൻ പോകുന്ന ചേട്ടനല്ലേ? പെണ്ണുങ്ങളാണ് പോകുന്നത്. അപ്പൊ പൈസ കൊടുക്കും, തിരിച്ചു വരും. ഇപ്പൊ ഒരു ദിവസം പണിയെടുത്ത് എത്ര രൂപ കേരളത്തിൽ ഇപ്പൊ കിട്ടും? പൊന്നാനി കിട്ടും 850 കിട്ടും. 850 രൂപ കിട്ടും. 850 രൂപ വീട്ടിൽ കൊണ്ട് കൊടുക്കുമോ അതോ അതിൽ 250-600 രൂപ വീട്ടിൽ കൊടുക്കും? മൊത്തം വീട്ടിൽ കൊടുക്കും. വേറെ ദുശീലങ്ങളൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. ഓക്കെ. അപ്പോൾ ഗണേഷ് ചേട്ടനാണ്. അപ്പോൾ കോൺഗ്രസ് വരണം അല്ലെങ്കിൽ UDF വരണം എന്നുള്ളതാണ്. എന്താ സാധ്യത നമ്മുടെ മണ്ഡലത്തിൽ? സാധ്യത ലീഗിനോട് ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. എന്താ ചോദ്യം? MK മുനീർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ SDBIന്റെ വോട്ട് മേടിക്കണം പറഞ്ഞാൽ ലീഗ് പിരിച്ചുവിടുന്നത് നല്ലതെന്ന് പറഞ്ഞു. ക്യാംഷാജ് മരിക്കുമെന്നും പറഞ്ഞു. അതിപ്പോ നിലവിലുണ്ടോ എന്നുള്ളതെന്ന് അറിയണം. ലീഗ് പിരിച്ചുവിട്ടിട്ട് ഇപ്പൊ ഏത് ലീഗാണുള്ളത്, അതേപോലെ ക്യാംഷാജ് മരിച്ചോ എന്നുള്ളതെന്ന് അറിയണം. അന്ന് ലീഗരോടൊന്നും ചോദിക്കണം. പിന്തുണ UDF വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. ഏതേ അത് സതീശൻ പറഞ്ഞല്ല. സതീഷ് എപ്പോഴും കഴിഞ്ഞ മറ്റേ ഇവിടെ തൃക്കാക്കര പറഞ്ഞത് വർഗീയവാദികൾ എന്നാ പറഞ്ഞത്. ഏത് വർഗീയവാദികൾ എന്ന് പറഞ്ഞിട്ടില്ല. SDPI എന്ന് പറഞ്ഞ പേര് ഉച്ചരിക്കാനുള്ള ധൈര്യമില്ല. SDPI പോലെയുള്ള സംഘടനകളുടെ ഒരിക്കലും അവരുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട. അല്ല, SDPI എന്ന് പേര് ഇപ്പോഴും പറയാൻ മടിയാണ്. മടിയുണ്ട്. വർഗീയവാദികൾ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ചില സമയത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ SDPIന്റെ പേര് പറയും. തെരഞ്ഞെടുപ്പ് സമയത്ത് SDPI എന്ന് പറഞ്ഞ പേര് പറയാൻ അവർക്ക് ധൈര്യം. ലീഗിനോട് നമുക്ക് ചോദിക്കാം. അടുത്ത ചോദ്യത്തെ ലീഗിനോട് നമ്മുടെ അവസ്ഥ എന്താണെന്നുള്ള. നമ്മുടെ പേരെന്താ? എന്റെ പേര് ഫസൽ. അപ്പൊ ഫസൽ ചോദ്യമായി നമ്മൾ ചോദിക്കാം. അപ്പൊ ഒരു സംശയം കൂടി ചോദിക്കട്ടെ. ഈ മണ്ഡലത്തിൽ KS ഹംസക്ക് എത്ര വോട്ട് കിട്ടുമെന്നാ നിങ്ങൾ? ചുരുങ്ങിയത് 50,000 വോട്ടിന് ഭൂരിപക്ഷത്തിൽ ജയിക്കും തീർച്ചയായിട്ടും. എന്താ സമതാനി UDFന്റെ കോട്ട എന്ന് പറഞ്ഞിട്ട് സമതാനി എന്നല്ല ഗുരുവായൂർ തോറ്റത്. ഈ സമതാനി എന്നല്ല ഗുരുവായൂർ തോറ്റത്. ലീഗിന്റെ കോട്ട ഇളകി കിടക്കാണ്. ഇനിയൊന്നുമില്ല. ഒരു ചെറിയ ഉറപ്പുമേലാണ് നിൽക്കുന്നത്. ലീഗിന്റെ കൊടി ഉയർത്താൻ പറ്റാത്തത് ലീഗ് പ്രവർത്തകരിൽ വോട്ടായിട്ട് മാറുമോ? അമർഷമായിട്ട് മാറുമോ? ലീഗിന്റെ വോട്ടുകൾ കൂടുതൽ കിട്ടും. മറ്റേ സമതാനിക്ക് ഇ.ടി. മുഹമ്മദ് ബഷീറിന് കിട്ടുകയാണെങ്കിൽ SDPIന്റെ സംഖ്യകൾ എന്തെങ്കിലും വോട്ട് കിട്ടും. ലീഗേരത് പരമാവധി ഇങ്ങോട്ട് തന്നെ കിട്ടും. തീർച്ചയായും അവിടെ മലപ്പുറം വസീഫിനും കിട്ടും.